ഹലോ ഗൈസ്, അപ്പോൾ JK ലിറ്റിൽ കെ ഫാം വ്ളോഗ്സ് another വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് നൈറ്റ് ക്യാമ്പയിൻ, നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, നൈറ്റ് ആൻഡ് മോർണിംഗ് ക്യാമ്പയിൻ വീഡിയോ ആണ്. ഞങ്ങൾ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ. ആദ്യം തന്നെ ഞങ്ങൾ 3 ഫാമിലി ഒരുമിച്ചാണ് പോയത്. നമ്മൾ എല്ലാവരെയും വീട്ടിൽ പോയി അവരെ വിളിച്ച് കൂട്ടി ഒരുമിച്ചാണ് ഞങ്ങൾ ഒരു വണ്ടിയിലാണ് എല്ലാവരും യാത്ര ചെയ്തത്. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. വീടിൻ്റെ മുന്നേ വരെ വന്നിട്ട് വീട്ടിൽ കയറാതിരിക്കുന്നത് അത് മോശമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലൂടെ കയറിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ചടപടേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ യാത്രയായി. ഞങ്ങൾ പോകുന്ന വഴിക്ക് സാധനമൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് ആവശ്യമായിട്ടുള്ള ബാർബിക്യൂന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോയത്. അങ്ങനെ ആ സുദിനം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചൊന്ന് പാടുപെട്ടു ഈ കരിയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാനായിട്ട്. ബാർബിക്യൂവിന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് സമയം എടുത്തു. അപ്പം ഞങ്ങളത് കരിയൊക്കെ കത്തിച്ച് ബാർബിക്യൂ സെറ്റായി തുടങ്ങിയപ്പോൾ തന്നെ വെളുപ്പിന് ഒരു 3 മണി 4 മണിയൊക്കെ ആയി. നേരമൊക്കെ വെളുത്ത് ചെറുതായിട്ട് പരപരാന്ന് വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് നൈറ്റ് സ്റ്റേയിങ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു വൈബാണ്. പിന്നെ അസ് യൂഷ്വൽ കലാപരിപാടികളില്ലാത്ത കലാപരിപാടികളാകില്ലല്ലേ, ലല്ലല്ലേ, മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങൾ തീയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വരിയായിട്ട് ഞങ്ങളുടെ ചിക്കൻ പീസൊക്കെ വെച്ച് നല്ല രീതിക്ക് വരുമായിരുന്നു ഗൈസ്. നോട്ട് ദ പോയിന്റ്, രാവിലെ വെളുപ്പിന് 4 മണിയായി വിശന്ന് വലഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാർബിക്യൂ റെഡിയാകാനായിട്ട് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയായിട്ടിരുന്നപ്പോഴാണ് ആ സുദിനം, ആ ഒരു സംഭവം, ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത്. ആരുടെ കയ്യിൽ നിന്നാ? എൻ്റെ കയ്യിൽ നിന്നല്ല. അമ്മേ, എന്ത് ചെയ്യാനാ ഗൈസ്, വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. വെരി പതറ്റിക് സിറ്റുവേഷൻ ആയിരുന്നു അത്. പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഗൈസ്, വീഡിയോ കാണുക നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ അതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഓൺ മൈ കൗണ്ട് 1 2 3 ഗോ. ആരും പേടിക്കേണ്ട ഗൈസ്, അത് ഹൊറർ മൂവിയുടെ മ്യൂസിക് അല്ല, എൻ്റെ ചിരിയാണ് അട്ടഹാസം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തറയിന്ന് പറക്കി കഴിക്കേണ്ടി വന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ അടുത്ത് കുറച്ച് പീസ് കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് എൻ്റെ ഈ ആക്രി സൗണ്ട് ഇല്ലാതെ തന്നെ ഒന്ന് കണ്ടാലോ. ഹലോ കിയു. ഹലോ. അങ്ങനെ ചിക്കൻ തറയിന്ന് പറക്കി കഴിക്കുന്ന മഹേഷ് കുമാറാണിത്. പക്ഷേ ഗൈസ്, ചിക്കൻ്റെ മസാല അടിച്ചത് ഒന്നൊന്നര ഒരു ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതിന് താങ്ക്സ് ടു സുജീഷ്. പിന്നെ ഞങ്ങൾ ചിക്കനിൽ മാത്രമല്ല അത് ഒതുക്കിയത്, ഞങ്ങൾ മുട്ടയൊക്കെ കൊണ്ടുവന്ന്, ഞങ്ങൾക്ക് ചിക്കൻ അത്യാവശ്യത്തിന് കിട്ടിയില്ലല്ലോ, അപ്പം ഞങ്ങൾ മുട്ടയൊക്കെ മേടിച്ച് മുട്ടയൊക്കെ വറുത്ത് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അതും ഇൻ ഫ്രണ്ട് ഓഫ് ഒരു ഗ്രീൻ കളറിലെ പാത്രം. ആ ഒരു വൈബ് വേറെ തന്നെയാണ്. ഞങ്ങൾ മുട്ടയൊക്കെ വറുത്ത് ചിക്കനും ചോറും എല്ലാവരുടെയാണ് കഴിച്ചത്. അപ്പോഴേക്കും വെളുപ്പിനൊരു 5 മണിയൊക്കെ ആയി. അപ്പം നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത്. എന്നാലും കഴിക്കുന്നതിന് കുറച്ചുകൂടെ ഒന്ന് ലേറ്റായി. 6 മണി 7 മണിയായി. നൈറ്റ് ഫുള്ള് ഞങ്ങൾ നല്ല വൈബിങ് ഒക്കെ ആയിരുന്നു.
സൂപ്പർ ലേഡി ഡ്രസ് മാറിട്ട് പോവാ മാറ്റി പിന്നെ എല്ലാത്തിനും പുറമെ ഞങ്ങൾ വണ്ടിയിൽ വാട്ടർ സ്പ്ലാഷ് നമ്മുടെ കടലിനുള്ളിലോട്ട് പോയി നല്ല വാട്ടറൊക്കെ നല്ല സ്പ്ലാഷ് ചെയ്ത് അത് നമ്മുടെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുഞ്ഞുൾപ്പെടെ ഭയങ്കര സൗണ്ടും വിളിയും എൻജോയ്മെൻറ്റും ഒക്കെ ആയിരുന്നു. ഇത് സീയുടെ ഉള്ളിലോട്ടാണ് കേട്ടോ, ഇത് കടലിൻ്റെ ഉള്ളിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു കടലെന്ന് പറയുന്നത് ഒരുപാട് ആഴമില്ലാത്തതാണ്. പിന്നെ നമുക്ക് ഉള്ളിൽ പോകാം. നമുക്കിത് ഞാൻ മൊത്തത്തിലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് എത്രമാത്രം ഉള്ളിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ. നല്ലൊരു ക്ലിയർ വാട്ടർ ആണ്. ഫാമിലി ഉള്ളവർക്ക് ഇവിടെ ഈ വക്ര ബീച്ച് ഫാമിലി ബീച്ചിൽ വരുന്നത് നല്ലൊരു ഈവനിങ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു കടപ്പുറം കാണുന്നത് വളരെ വിരളമായിരിക്കും. നല്ല വൃത്തിയായിട്ട് അവർ നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഴം കുറവായതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് വരെ നമുക്ക് അവിടെ പോയി അവർക്ക് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനകത്ത് അവർക്ക് കൂടെ കളിക്കാൻ പറ്റും ഈ വെള്ളത്തിൽ. നമ്മുടെ നാട്ടിലെ കടലൊക്കെ കുറച്ച് റിസ്ക്കാണ്. അപ്പം ഇവിടെ ഉള്ളവർ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി ഇവിടെയൊക്കെ അവരെ എൻജോയ് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോഴല്ലേ നമുക്ക് തെറ്റും കുറ്റങ്ങളൊക്കെ മനസ്സിലാകുള്ളൂ, എന്തൊക്കെയാണ് പോരായ്മകളൊന്നുള്ളതെന്നൊക്കെ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. അപ്പം ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴേ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ടേക്ക് കെയർ.